അതെന്തിനാ ഒരു ഫ്ലാറ്റിലേക്ക് വിളിച്ചേ? അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല അവനെ പറ്റി. എനിക്ക് എത്ര ഹെൽപ്പ് ചെയ്തവനാ. ഹെൽപ്പ് ചെയ്തവര് മുഴുവൻ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണോ? എന്തെങ്കിലും കാശ് വേണമെങ്കിൽ കൊടുക്ക്, എന്നിട്ട് ഒഴിവാക്ക്. വന്ദന, താൻ എന്തായി പറയുന്നത്? എനിക്ക് എന്റെ പ്രൈവസി കളയാൻ പറ്റില്ല. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി എടുത്തു തന്ന ഫ്ലാറ്റാ. അവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് എന്റെ തീരുമാനം. വന്ദന പ്ലീസ്, അവർ കുറച്ച് ദിവസം. ആ കുറച്ച് ദിവസത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംസാരിക്കാൻ ഇരിക്കുമ്പോ വരുണിന്റെ മുഖത്തേക്കല്ല തേജസിന്റെ നോട്ടം, അവളുടെ മുഖത്തേക്കാ. താൻ എന്തായി പറയുന്നേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കാണുമ്പോഴേ നിങ്ങളുടെ സ്വഭാവം പണ്ട് എനിക്ക് അറിയുന്നതാ. ഞാൻ സമ്മതിക്കില്ല തേജസ്, ഒരു കാരണവശാലും സമ്മതിക്കില്ല. എടോ ശേ, എടാ എന്റെ മറവിയെ കുറിച്ച് നിനക്കറിയാലോ. ഒരു അബദ്ധമാണ് ഞാൻ കാണിച്ചത്. ഇന്നലെ വന്ദനയുടെ അച്ഛൻ വിളിച്ചിരുന്നു. ഞങ്ങളെ രണ്ടുപേരോടും ദുബായിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ആക്ച്വലി അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന കാര്യം തന്നെ ഓർക്കുന്നത് തന്നെ ഇന്നാണ്. ഞങ്ങളൊരു 3-4 ദിവസത്തിനുള്ളിൽ പോകണം. പോയാ നീ താമസിക്കോ? പറയാൻ പറ്റില്ലടാ. സാരമില്ലടാ, നീ പോയിട്ട് വാ. ഞങ്ങൾ ഇതിന്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടാവും. അതാ വേറൊരു പ്രോബ്ലം. വന്ദനയുടെ അച്ഛൻ്റെ പേരിലെ ഫ്ലാറ്റ്. പുള്ളി വേറൊരാൾക്ക് വാടക കൊടുക്കുന്ന കമ്മിറ്റ് ചെയ്തിരിക്കുക. വന്ദന ഓർമ്മിപ്പിച്ചപ്പോഴാ ഞാനത്. വന്ദനയ്ക്ക് ഇഷ്ടായില്ലല്ലേ? എടാ, നീ കാര്യം ഒന്ന് നേരെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ തമ്മിൽ ഈ ഒളിച്ചൊളിയൊക്കെ എന്തിനാ? വരണേ, സത്യം പറഞ്ഞാൽ മൊത്തം കാര്യങ്ങൾ അവൾ അച്ഛനാണ് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഹാപ്പിയാണ്, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. കുഴപ്പമില്ലടാ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. തേജസ്, നമുക്ക് ഇറങ്ങണ്ടേ? ഇനി എന്തൊക്കെ ജോലി ഉണ്ടെന്നറിയോ? പോകുമ്പോ ഗീതാന്റിയുടെ അടുത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. അവര് കിടക്കുന്നതിന് മുമ്പ് ചെല്ലണ്ടേ? കാര്യങ്ങളൊക്കെ തേജസ് പറഞ്ഞല്ലോ. നമുക്കിനിയും കാണാട്ടോ. തേജസ്, ഇറങ്ങാം. ഞാനെന്നാ വരുൺ, ഐ എം സോറി. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കേ. നീ ചെല്ല്. കുറച്ചു നേരം അവൻ നമ്മളെ സന്തോഷിപ്പിച്ചു. ആ സന്തോഷം കഴിഞ്ഞു. നമുക്ക് തെരുവുണ്ടല്ലോ, അത് പിന്നെ ആരുടെ ഉടമസ്ഥയിലല്ലല്ലോ. താമ്പാ.